തമിഴ് നടനായ വിജയ് ഒരു ഇഫ്താർ പരിപാടിയിൽ പങ്കെടുത്തു. ആ ഒരു വിഷയമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നത്. നടൻ വിജയ് സൽക്കാരത്തിൽ പങ്കെടുത്തതല്ല ഇപ്പോൾ വിഷയമായിട്ടുള്ളത്. അദ്ദേഹം ആ സൽക്കാരത്തിൽ തൊപ്പി ധരിക്കുകയും അവരുടെ കൂടെ നമസ്കരിക്കുകയും ബന്ധപ്പെട്ട് ഒരുപാട് സൈബർ അറ്റാക്ക് വിജയുടെ പേരിൽ നടത്തുന്നത് മറ്റാരുമല്ല, ഇസ്ലാമിക വിരോധികളും നിരീശ്വരവാദികളുമാണ്. വിജയ് 3000-ഓളം ആളുകൾക്ക് വേണ്ടി ഇഫ്താർ സംഘടിപ്പിച്ചു. നാട്ടിലെ ഭരണാധികാരി എന്ന നിലയിൽ ആ നാട്ടിലെ എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്നാണ്. അല്ലാതെ ഒരു മതത്തെ മാത്രം മാറ്റി നിർത്തിയും കൊണ്ട് ഭരണം നടത്താൻ ഭരണാധികാരിക്കും കഴിയുകയില്ല. ഇത്തരത്തിൽ എല്ലാ മതസ്ഥരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് വിജയ് ഇങ്ങനെ ഒരു ഇഫ്താർ ഇന്ന് ഒരുക്കിയത്. ഒരുപക്ഷെ ഈ ഒരു വർഷമല്ല വിജയ് ഈ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നത്. വർഷങ്ങളായി വിജയ് ഇഫ്താർ വിരുന്ന് ഒരുക്കാൻ തുടങ്ങിയിട്ട്. ഇതിനെക്കുറിച്ച് മറ്റൊരു വിമർശനം ഇങ്ങനെയാണ്: ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ഈ വെള്ള ഡ്രസ്സ് ഇട്ടതുകൊണ്ടും അതുപോലെ തന്നെ വിജയ് നിസ്കരിച്ചതുകൊണ്ടും എൻ്റെ കൂടെ ആമി എന്ന് പറഞ്ഞതുകൊണ്ടും വിജയ് ഇപ്പോൾ തീവ്രവാദിയായിരിക്കുകയാണ്. മതത്തിൻ്റെ പേരുള്ള വർഗീയതയും ദേശ രാഷ്ട്രീയവുമുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് പിടിക്കേണ്ട ഒരാവശ്യമുണ്ട്. ഇഫ്താർ എന്നത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങളാണ്. എത്ര പേര് അങ്ങനെ കേരളത്തിൽ നോമ്പ് പിടിക്കുന്നുണ്ട്, അതുപോലെ ഇഫ്താർ സംഘടിപ്പിക്കുന്നുണ്ട്. അതൊന്നും എന്തുകൊണ്ട് വലിയ ചർച്ചാ വിഷയമാക്കുന്നില്ല? ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ നാട്ടുകാരുടെ ഒരു നേതാവായി മാറണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എൻ്റെ നാട്ടിൽ തന്നെ ഒരു മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്ന വിജയ് യാദൃശികമായി വിജയ്ക്ക് എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കേണ്ട ഒരാവശ്യം വരും. എല്ലാ മതസ്ഥരോടും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും നിൽക്കണം. ഒരു മനുഷ്യരോടും ശത്രുത ഉണ്ടാകരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്നവരാണ്. ഇത് ചെയ്തു എന്ന് പറഞ്ഞ് മതത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യനെയും കുത്തി നോവിക്കരുത്.